ഹായ്, ഇന്ന് നമുക്ക് പാസ്ത ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 1 കപ്പ് മക്രോണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുള്ള് നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പകുതി വേവിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞത്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മൈദയും കൂടെ ഇടാം. മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 1.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ച് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ചൊഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിത് എല്ലാം കൂടി ഒഴിക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.